ഹായ്, എസ്.എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളിപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പിലാണ്, അങ്ങനെ അല്ലെങ്കിൽ മാരേജിനായിട്ട് റെഡി ആയിരിക്കുന്ന ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളൊരു ലവ് റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കാം. അപ്പം എന്തായാലും നിങ്ങൾ അവരെ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ പ്രണയിക്കുന്നുണ്ടായിരിക്കാം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെയാണ് നിങ്ങളുടെ മാരേജിലേക്ക് പോകുന്ന ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ മാരേജിന് രണ്ടുപേരും സെറ്റായിട്ടുണ്ട്, മാരേജൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിർബന്ധമായിട്ടും നിങ്ങൾ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്നതും നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ കഴിയുന്നതുമായിട്ട് ഒരു പേഴ്സണെ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പല റിലേഷൻഷിപ്പിൽ നമ്മൾ കാണാറുണ്ട്, നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യാറുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ അവരെ ബഹുമാനിക്കുകയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ തിരിച്ചങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾ പ്രണയത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളതെന്ന്. ഇപ്പം നിങ്ങൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ അവർ ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അതേപോലെ തിരിച്ചും ഇങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണോ എന്നുള്ളത്. റെസ്പെക്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് തയ്യാറാവില്ല എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ് കുറച്ച് നാളൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ പോകെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറാം. അപ്പോൾ ഈ ഒരു മാരേജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത് നമ്മുടെ ലൈഫ് ലോങ് ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ് നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ 1-2 വർഷത്തേക്കല്ല. സോ ജസ്റ്റ് കുറച്ചല്ലേ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ ലൈഫ് ലോങ് പോകുന്ന റിലേഷൻഷിപ്പിൽ ഈ ഒരു റെസ്പെക്ട് എന്ന് പറയുന്ന സംഭവം നമുക്ക് എന്നും ഉണ്ടായിരിക്കണം. പകുതിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ മാരേജ് ചെയ്യണത് എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാണ്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ റെസ്പെക്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ച് ഉറപ്പ് വരുത്തുക. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ളത് കൂടി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പരസ്പരം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇല്ല എന്നുള്ളൊരു ആൻസറായിരിക്കും കിട്ടുന്നുണ്ടാവുക. പൂർണ്ണമായിട്ട് നമുക്ക് ഒരാൾ മനസ്സിലാക്കാൻ കഴിയില്ല, എങ്കിലും കുറേയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളതാണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗേൾസിനൊക്കെ മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആണ് അവരുടെ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോൾ നമ്മൾ മൂഡ് സ്വിങ്സ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും, ആ ദേഷ്യം കാണിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പാർട്ട്ണർ ആ രീതിയിൽ തന്നെ ദേഷ്യം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു വഴക്കായിട്ട് മാറുകയാണ് ചെയ്യുക. നേരെ മറിച്ച് ആൾക്ക് മൂഡ് സ്വിങ്സിന്റെ പ്രശ്നമാണ്, അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ വളരെ സൗമ്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും വരില്ല എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടാവുന്നത് ശരിക്കും സ്നേഹക്കൂടുതലും അതുപോലെ പരസ്പരം മനസ്സിലാക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഫീലിങ്സും അതേപോലെ തന്നെ ഇമോഷൻസും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും മനസ്സിലാക്കാനും കഴിയുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണോ, അങ്ങനെ ആയിരിക്കുമോ എന്നുള്ള കാര്യവും നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവരെ ഒരുപാട് വിശ്വസിക്കാനായിട്ട് കഴിയുന്നുണ്ടാവും, അതേപോലെ അവർക്കും നിങ്ങൾ ഒരുപാട് വിശ്വസിക്കാനായിട്ട് കഴിയും എന്നുള്ളതും നിങ്ങളൊന്ന് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. ഇപ്പോൾ പല ആളുകളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. എന്തൊരു കാര്യം വരുമ്പോഴത്തേക്കും അത് മറച്ചു പിടിക്കാനായിട്ട് അവർക്ക് തോന്നും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള ആൻസർ കൂടെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയിൽ വെച്ച് അല്ലെങ്കിൽ കുറച്ച് റിലേഷൻഷിപ്പ് തുടങ്ങി കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു വിശ്വാസം ഇല്ലായ്മ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ കാരണങ്ങളുണ്ടാവും. കള്ളങ്ങൾ പറയുക, പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരാം എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലാതെ ആളുടെ വാക്കും പ്രവൃത്തിയും ഒരേപോലെയാണോ, എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നൊരു പേഴ്സൺ ആയിരിക്കുമോ, എന്നോട് ഇങ്ങനെ മറച്ചു വെക്കലൊന്നുമില്ല, കള്ളങ്ങളൊന്നും പറയാതിരിക്കുന്ന ഒരാളാണ്, ജെന്യുവൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കും അതേ സ്വഭാവമായിരിക്കണം എന്നുള്ളതുകൂടി പറയണം. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു പേഴ്സൺ മാത്രം പെർഫെക്റ്റ് ആണെന്ന് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ ആയി മാറാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് റിലേഷൻഷിപ്പ് നന്നായിട്ട് പോവുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ എന്നുള്ള കാര്യവും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി 4ാമതൊരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും വേണ്ടിയിട്ടും എഫേർട്ട് എടുക്കാനായിട്ട് കഴിയണം. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കാര്യങ്ങൾ വരുമ്പോൾ കോംപ്രമൈസ് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് പറ്റണം എന്നുള്ളതാണ്. തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ എഫേർട്ട് എടുക്കാനായിട്ട് മടിക്കാത്തൊരു പേഴ്സൺ ആയിരിക്കണം അവരെന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു വഴക്കുണ്ടാകുന്ന സമയത്ത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വരുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ പല റിലേഷൻഷിപ്പും നമ്മൾ കാണാറുണ്ട്, ഒരാൾ മാത്രം നന്നായിട്ട് എഫേർട്ട് എടുക്കുക, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറാവുന്ന ഒരാളാണ്. മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു എഫേർട്ടും എടുക്കുന്നില്ല, റിലേഷൻഷിപ്പ് എങ്ങനെയാച്ച പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് കാര്യമുണ്ട്? ഒരിക്കലുമില്ല. എപ്പോഴും എഫേർട്ട് എടുക്കുന്ന ആൾക്ക് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ആകെ മടുപ്പായി പോവും. ഞാൻ മാത്രം ഇതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുകയാണ്, ഇവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമില്ല, ഇവർ മിണ്ടാതിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആൾക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചടപ്പായിട്ട് മാറും. അപ്പോൾ പിന്നെ ആ റിലേഷൻഷിപ്പിനോടുള്ള താല്പര്യം പോകുന്നുള്ളതാണ്. അപ്പം നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. രണ്ടുപേരും ഒരേ രീതിയിൽ എഫേർട്ട് എടുക്കാനും അതേപോലെ എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മനസ്സ് കാണിക്കുന്ന ആളുകളായിരിക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ നിങ്ങൾ സോൾവ് ചെയ്ത് പോകുന്നത്? രണ്ടുപേരും ഒരേ രീതിയിൽ അതിനെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? വഴക്കുകൾ ഒരുപാട് നാൾ നീട്ടിക്കൊണ്ടു പോകുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അങ്ങനെയൊന്നും ഇല്ല, നല്ല രീതിയിലാണ് എന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു കാര്യവും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 4 കാര്യങ്ങളും പോസിറ്റീവായ രീതിയിലാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ആ ഒരു മാരേജുമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ഇരുത്തി ആലോചിച്ച് തീരുമാനമെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടുന്ന മാരേജും കാര്യങ്ങളൊക്കെ വളരെ നല്ലതായിക്കോട്ടെ, ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ജീവിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.